ലോക സിനിമയ്ക്ക് മുന്നിൽ ഇന്ത്യൻ സിനിമയെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏറെ പ്രതീക്ഷയിൽ അണിയറയിലൊരുങ്ങുന്ന ചിത്രമാണ് സംവിധായകൻ എസ് രാജമൗലിയുടെ വാരണാസി. ബാഹുബലിക്കും RRറിനും ലഭിച്ച ഗ്ലോബൽ റീച്ചിനു ശേഷം രാജമൗലി അണിയിച്ചൊരുക്കുന്ന ചിത്രത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിലൊരുങ്ങുന്ന ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട്. തെലുങ്കിലെ സൂപ്പർ താരമായ മഹേഷ് ബാബു, ബോളിവുഡിൽ നിന്നും ഹോളിവുഡിലെത്തി തന്റെ കഴിവ് തെളിയിച്ച പ്രിയങ്ക ചോപ്ര, മലയാളികളുടെ പ്രിയ നടൻ പൃഥ്വിരാജ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അനൗൺസ്മെന്റ് ചെയ്തതു മുതൽ പ്രേക്ഷകരിൽ വലിയ ആവേശം നിറക്കുന്ന ചിത്രം ഇന്ത്യൻ തിയേറ്ററുകൾക്ക് പുറമെ വിദേശത്തും വലിയ റിലീസാണ് ലക്ഷ്യമിടുന്നത്. 1000 കോടിയിലധികം ബഡ്ജറ്റിലൊരുങ്ങുന്ന ചിത്രം വേൾഡ് വൈഡായി 40,000 തിയേറ്ററുകളിലാണ് റിലീസിനൊരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രൊമോഷനുകളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതിനോടകം ആരംഭിച്ചിരുന്നു. എന്നാൽ വാരണാസിയുടെ വിദേശ രാജ്യങ്ങളിലുള്ള പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് പ്രിയങ്ക ചോപ്രയാണ്. ബേവാച്ച്, ചേസിംഗ് ഹാപ്പിനെസ്, ജോൺ സീനയ്ക്കൊപ്പമുള്ള ഹെഡ് ഓഫ് സ്റ്റേറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹോളിവുഡിൽ തന്റെ സ്ഥാനം നേടിയെടുത്ത പ്രിയങ്ക തന്റെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിലൂടെയാണ് വാരണാസിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. കോൾ അർബനും പ്രിയങ്ക ചോപ്രയും പ്രധാന വേഷത്തിലെത്തുന്ന ദ ബ്ലഫ് ആണ് താരത്തിന്റെ ഹോളിവുഡിൽ പുറത്തുവരാനിരിക്കുന്ന പുതിയ ചിത്രം. ചിത്രവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലെ പ്രസിദ്ധ ഷോകളായ ദ ടുനൈറ്റ് ഷോ സ്റ്റാറിംഗ് ജിമ്മി ഫാലൻ, ടുഡേ, ജയ് ഷെട്ടി പോഡ്കാസ്റ്റ്, ദ വ്യൂ തുടങ്ങിയവയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ വരാനിരിക്കുന്ന ചിത്രമായ വാരണാസിയെക്കുറിച്ച് ഏറെ പ്രതീക്ഷയോടെ സംസാരിക്കുന്നത്. രാജമൗലി എന്ന സംവിധായകൻ ചിത്രത്തിന് വേണ്ടിയെടുക്കുന്ന എഫേർട്ടും 1 വർഷത്തിലധികം നീണ്ടുനിൽക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സും ഏറെ കൗതുകത്തോടെയാണ് അവതാരകരും പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും വലിയ സ്വീകാര്യതയാണ് വാരണാസിയെക്കുറിച്ചുള്ള പ്രിയങ്കയുടെ വാക്കുകൾക്ക് ലഭിക്കുന്നത്. USA-യിൽ മാത്രം 18,000 സ്ക്രീനുകൾ ലക്ഷ്യമിടുന്ന വാരണാസിക്ക് പ്രൊമോഷൻ ടീം ശ്രമിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ പരസ്യമാണ് പ്രിയങ്ക നൽകുന്നതെന്നും ചിത്രത്തിന്റെ പ്രതിഫലത്തിന് പുറമെ ഒരു 100 കോടി അധികം നൽകിയാലും നഷ്ടമാവില്ലെന്നും പ്രേക്ഷകരുടെ കമന്റുകളിൽ കാണാം.